ഹിന്ദു പുരാണമനുസരിച്ച് ആറ്റുകാൽ ദേവിയെ കണ്ണകിയുടെ അവതാരമായി കണക്കാക്കുന്നു. തമിഴ് കവി ഇളങ്കോ അടികൾ എഴുതിയ ചിലപ്പതികാരം എന്ന കാവ്യത്തിലെ പ്രശസ്തമായ കഥാപാത്രമാണ് കണ്ണകി. ധനികനായ ഒരു വ്യാപാരിയുടെ മകനായ കോവലനെയാണ് കണ്ണകി വിവാഹം കഴിച്ചത്. വളരെ സ്നേഹത്തോടെ കണ്ണകിയും കോവലനും കാവേരി പട്ടണത്ത് താമസിച്ചു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ മാധവി എന്ന നർത്തകിയുമായി കോവലൻ പ്രണയത്തിലാവുകയും കണ്ണകിയെ ഉപേക്ഷിച്ച് മാധവിയുമായി കോവലൻ മാറി താമസിക്കുകയും ചെയ്തു. എന്നാൽ മാധവിക്കു വേണ്ടി തന്റെ സമ്പത്ത് മുഴുവൻ ചിലവഴിക്കേണ്ടി വന്ന കോവലന് തന്റെ തെറ്റ് മനസ്സിലാവുകയും വെറും കൈയോടെ കണ്ണകിയുടെ അടുത്തേക്ക് മടങ്ങുകയും ചെയ്തു. മടങ്ങി വന്ന കോവലനെ കണ്ണകി വളരെ സ്നേഹത്തോടെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. അവരുടെ കയ്യിൽ അവശേഷിച്ചിരുന്ന ആകെ ആസ്തി എന്ന് പറയുന്നത് കണ്ണകി തന്റെ പാദങ്ങളിൽ അണിഞ്ഞിരുന്ന രത്നങ്ങൾ നിറഞ്ഞ ചിലമ്പുകളായിരുന്നു. പുതിയ വ്യാപാരം ആരംഭിക്കാനായി ഒരു ചിലമ്പ് വിൽക്കാൻ കണ്ണകിയും കോവലനും മധുര നഗരത്തിലേക്ക് പോയി. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇതേ സമയത്താണ് മധുരയിലെ രാജ്ഞിയുടെ ഒരു ചിലമ്പ് നഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെട്ട ഈ ചിലമ്പിന് കണ്ണകിയുടെ ചിലമ്പുമായി വളരെ സാമ്യമുണ്ടായിരുന്നു. ആകെയുള്ള വ്യത്യാസം രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ മുത്തുകളും കണ്ണകിയുടെ ചിലമ്പിനുള്ളിൽ രത്നങ്ങളുമായിരുന്നു എന്നതാണ്. എന്നാൽ ഈ വ്യത്യാസം പരിശോധിക്കാതെ പാണ്ഡ്യരാജാവ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന കുറ്റം ആരോപിച്ച് കോവലന്റെ തലയറുത്തു. തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കണ്ണകി തന്റെ കാലിലെ രണ്ടാമത്തെ ചിലമ്പ് അഴിച്ച് രാജസദസ്സിൽ വെച്ച് രാജാവിന്റെയും രാജ്ഞിയുടെയും മുമ്പിൽ തറയിലെറിഞ്ഞു. ചിലമ്പ് പൊട്ടി അതിനുള്ളിൽ നിന്നും രത്നങ്ങൾ പുറത്തു വരികയും രാജാവിനും രാജ്ഞിക്കും തങ്ങളുടെ തെറ്റ് മനസ്സിലാവുകയും ചെയ്തു. പ്രതികാര ദുർഗയും സംഹാരമൂർത്തിയുമായി മാറിയ കണ്ണകി മധുര നഗരം ചുട്ടു ചാമ്പലാക്കുകയും കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. യാത്രക്കിടെ ആറ്റുകാലിൽ എത്തിയ കണ്ണകി അല്പനേരം വിശ്രമിക്കാൻ തന്റെ രൗദ്രഭാവം വെടിഞ്ഞ് ഒരു ബാലികയുടെ രൂപം എടുക്കുകയും കിള്ളിയാർ ആറ്റിൽ കുളിച്ചുകൊണ്ടിരുന്ന മുല്ല വീട്ടിൽക്കാരനവരോട് അക്കരെ കടത്തിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കാരുണ്യ വാത്സല്യങ്ങളോടെ അദ്ദേഹം ബാലികയെ പുഴ കടത്തുകയും തറവാട്ടിൽ കൊണ്ടുചെന്ന് അവിലും മലരും ഇളനീരും പഴവും നൽകി സൽക്കരിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് കുട്ടി അപ്രത്യക്ഷമാവുകയും കുട്ടിയെ തിരഞ്ഞ് അദ്ദേഹം അലഞ്ഞു തിരിയുകയും ചെയ്തു. കുട്ടിയെ തിരഞ്ഞു മടുത്ത അദ്ദേഹം മനസ്താപത്തോടെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. താൻ സാക്ഷാൽ മഹാമായയാണെന്നും ഇവിടെ കുടിയിരിക്കാൻ പോവുകയാണെന്നും അറിയിച്ചു. അടുത്ത ദിവസം കാവിൽ ശൂലത്താൽ രേഖപ്പെടുത്തിയ 3 വരകൾ കാണുമെന്നും അവിടെ ക്ഷേത്രം പണിയിച്ച് പ്രതിഷ്ഠിക്കണമെന്നും അരുൾപ്പാടുണ്ടായി. പുലർച്ചെ തന്നെ ഉണർന്ന അദ്ദേഹം ഓടി കാവിലേക്ക് പോയപ്പോൾ സ്വപ്ന ദർശനം പോലെ അവിടെ ശൂലത്താൽ രേഖപ്പെടുത്തിയ 3 വരകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഒരു ചെറിയ കോവിൽ ഉണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി. ആ കോവിലാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം എന്നാണ് ഐതിഹ്യം.